കേരള ചിത്രകലാ പരിഷത്തിന്റെ നേതൃത്വത്തിൽ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള 215 ചിത്രകാരന്മാരുടെ ചിത്രങ്ങൾ അണിയിച്ചൊരുക്കിക്കൊണ്ട് മട്ടാഞ്ചേരി ജൂ ടൗണിലുള്ള പീപ്പിൾ പാലറ്റ് ആർട്ട് ഗാലറിയിൽ ചിത്ര പ്രദർശനം നടക്കുകയാണ്. അതിമനോഹരമായ രീതിയിൽ ചിത്രങ്ങൾ അണിയിച്ചൊരുക്കിക്കൊണ്ട് ചിത്രകാരന്മാർക്ക് ഒരുമിച്ച് ചേരുവാനായിട്ടുള്ളൊരു സൗകര്യമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. മനോഹരമായ ചിത്ര പ്രദർശനത്തിന്റെ കാഴ്ചകളിലേക്ക്. ഞാനൊക്കെ ഒരു 70-കളില് 80-കളിലൊക്കെ ബാല്യവും കൗമാരവും ഒക്കെ ജീവിച്ചിരുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ അന്നൊക്കെ സമാന്തര സിനിമകൾ, സമാന്തര സാഹിത്യം, എങ്ങനെയൊക്കെയുള്ള ഒരുപാട് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നിപ്പോൾ അതൊക്കെ വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്തരമുള്ള ഒരു സമയത്ത് സിറിനെ പോലുള്ള ആളുകളൊക്കെ ചിത്രകലാ പരിഷത്ത് പോലുള്ള സംഘടനകൾക്ക് നേതൃത്വം കൊടുക്കുകയും അവര് എല്ലാ ആളുകളെയും കൂട്ടി ബീച്ച് പോലെയൊക്കെയുള്ള സ്ഥലങ്ങളിലൊക്കെ എല്ലാ മനുഷ്യരെയും കൂട്ടിയിട്ട് ക്യാമ്പുകൾ സംഘടിപ്പിക്കുകയും ഇപ്പം ഞാൻ ഇന്നലെ സംസാരിച്ച് മനസ്സിലായി. ഞങ്ങൾ 200 പേരെ ഉദ്ദേശിച്ച ക്യാമ്പിലേക്കാണ്ട് 600ഓളം ആപ്ലിക്കൻസ് വരുന്നുണ്ടായി. അതിൽ നിന്ന് 300 പേരെ സെലക്ട് ചെയ്യുക, അത്രയും പേർക്ക് വേണ്ടിയിട്ട് താമസം ഒരുക്കുക, ഭക്ഷണം ഒരുക്കുക, അതിലൊക്കെ തന്നെ ആളുകളെ കൂട്ടിച്ചേർക്കുക, ഇത്തരത്തിലുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ, ഇതെല്ലാം ഒരു സമാന്തര പ്രവർത്തനങ്ങളാണ്. അപ്പോൾ നമുക്ക് പാരലായിട്ട് അല്ലെങ്കിൽ പല കൈവഴികളിലായിട്ട് കല ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കല ഒരിക്കലും ഏകമുഖമല്ല. അപ്പോൾ എല്ലാ തരത്തിലുമുള്ള ആക്ടിവിറ്റീസ് കലയിലുണ്ട്. ഈ ചിത്രകലാ പരിഷത്തിൻ്റെ ഭാരവാഹികൾ, എൻ്റെ പ്രസിഡന്റും സെക്രട്ടറിയൊക്കെ ഉൾപ്പെടുന്ന ഭാരവാഹികൾ നമ്മളെ വിസ്മയിപ്പിച്ചിരിക്കുകയാണ്. പ്രസിഡന്റിനെ ഞങ്ങൾ ചങ്കുറോ എന്ന് വിളിച്ചെങ്കിൽ ഇരട്ട ചെങ്കുന്നോ ഒക്കെ വിളിക്കാനുള്ള യോഗ്യതയുള്ള രീതിയിലുള്ള ഭാരവാഹികളാണ്. മറ്റു അർത്ഥത്തിലല്ല, മറ്റ് രാഷ്ട്രീയമായി വേറെ ആരും ഞാൻ ലക്ഷ്യമിടുന്നില്ല എന്ന് പ്രത്യേകം ഒരു അടിക്കുറിപ്പ് ചേർക്കുകയാണ്. ഞങ്ങൾ തൃശ്ശൂർ പൂരത്തെയൊക്കെ വർണ്ണിക്കുമ്പോൾ സാധാരണ സ്ഥിരമായിട്ടൊരു ക്ലീഷേ വാക്ക് ഉപയോഗിക്കാണ്, വർണ്ണത്തിന്റെ പൂരം. വാസ്തവത്തിൽ തൃശ്ശൂർ പൂരം ഒന്നും വർണ്ണത്തിന്റെ പൂരമല്ല. കുടമാറ്റം തൃശ്ശൂർക്കാർ വേണ്ടി ക്ഷമിക്കും. കുടമാറ്റം അത്ര വലിയ വർണ്ണത്തിന്റെ പൂരമായിട്ട് ഒരു കാലത്ത് കഴിയുന്നില്ല. ഒരു കുടം അടക്കി താഴോട്ട് വേറൊരു കളറുള്ള കുട ഉയർത്തും. ഇതാണ് യഥാർത്ഥത്തിൽ വർണ്ണത്തിന്റെ കൊടി പൂരം. ഒരു ചിത്രത്തെ പ്രത്യേകം എടുത്ത് പറയുകയല്ല, എല്ലാ ചിത്രങ്ങളും ചേർന്നിട്ടുള്ള ഒരു ഇൻസ്റ്റലേഷനാണ് ഇത്. തീർച്ചയായിട്ടും ഓരോ ഭിത്തിയുടെയും മൈക്രോ ലെൻസ് വെച്ചിട്ടോ മാക്രോ ലെൻസ് വെച്ചിട്ടോ എങ്ങനെയാണ് ഏറ്റവും നല്ല ഛായാഗ്രഹണം സാധിക്കുക എന്ന് വെച്ചാൽ ഛായാഗ്രഹണം ചെയ്ത് നല്ല ക്യാൻവാസിൽ പ്രിന്റ് എടുത്താൽ അത് മറ്റൊരു വിശിഷ്ട കലാസൃഷ്ടിയായി മാറും എന്നത് യാതൊരു സംശയമില്ല. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്ലാനിങ്ങോടുകൂടി ഈ ക്യാമ്പ് എടുക്കാൻ അവിടെ എല്ലാവരും ചേർന്ന് പങ്കെടുത്ത് ചിത്രങ്ങൾ വരച്ച് അത് ഈ ഒരു വേദിയിൽ, ഇത്രയും നല്ലൊരു വേദിയിൽ ഇവിടെ അത് പ്രദർശിപ്പിക്കാനും എല്ലാത്തിനും ചേർന്നൊരുക്കിയ സിൽസറിൻ്റെ ഇനീഷ്യേറ്റീവ് ഒരു ഇറവില്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് പോയിരുന്നു. എല്ലാത്തിനെയും ഞാൻ അഭിനന്ദിക്കുന്നു. പിന്നെ ഇവിടെ ഇത് വാൾസിൽ എത്തിക്കാനായിട്ട്, ചുമരിൽ എത്തിക്കാനായിട്ട് എറണാകുളം ജില്ലയിലേക്ക് വേണ്ടി പ്രവർത്തിച്ചവർ പോസ്റ്റർ ഡിസൈനിങ്, കാറ്റലോഗ്, പിന്നെ ഇത് കഴിഞ്ഞ 3 ദിവസമായിട്ട് ഇവിടെ ശ്രമിച്ചിരിക്കുന്നവരും പരിശ്രമിച്ചിരിക്കുന്ന എല്ലാവരും നന്ദി പറയില്ല, ആശംസിക്കാവുന്നെങ്കിലും പറയാത്തതില്ല. ഓരോ ചിത്രവും ഒന്നിനൊന്ന് നമ്മൾ ചേർന്ന് നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം. അതുപോലെ തന്നെ നമ്മൾ 325 ചിത്രകാരന്മാർ ഒത്തുകൂടി ഒരു വ്യത്യാസവുമില്ലാതെ, ഒരു ഏറ്റക്കുറച്ചറും ഇല്ലാതെ, ഒരു പരിഭവവും ഇല്ലാതെ നമ്മൾ 2 ദിവസം വളരെ സന്തോഷത്തോടെ, ആഘോഷത്തോടെ നമ്മുടെ സൃഷ്ടികൾ നമുക്ക് കിട്ടിയ ക്യാൻവാസിലേക്ക് പകർത്താൻ കഴിയും. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇന്ന് ഈ എക്സിബിഷൻ ഇവിടെ സംഘടിപ്പിക്കാൻ കഴിയും. അതിൽ എല്ലാവർക്കും ഒപ്പം എനിക്കും വളരെ സന്തോഷമുണ്ട്. ഈ പ്രസ്ഥാനം 1961 രൂപീകരിച്ച ഒരു സംഘടനയാണ്. ഈ സംഘടന ഇന്ന് കേരളത്തിലെ എല്ലാ ജില്ലകളിലും ജില്ലാ കമ്മിറ്റികളും ഓരോ വർഷവും 10-ലധികം പ്രോഗ്രാമുകളും ഒക്കെയായിട്ട് പോകുന്ന വലിയ ഒരു കലാകാര കൂട്ടായ്മയാണ്. ഈ കലാകാര കൂട്ടായ്മ 2023 ഇതേ എറണാകുളത്ത് വെച്ചിട്ട് മഴയെ എന്നുള്ള ഒരു ചിത്ര പ്രദർശനം നടത്തുകയും ചിത്രരചന ക്യാമ്പ് നടത്തുകയും പിന്നീട് ഒരു ചിത്ര പ്രദർശനം നടത്തുകയും ചെയ്തു. അന്ന് ക്യാമ്പിൽ 200 പേരാണ് പങ്കെടുത്തിരുന്നെങ്കിൽ ഇന്ന് ക്യാമ്പിൽ 325 പേരാണ്
തൃശ്ശൂർ പീച്ചിയിൽ വെച്ച് രണ്ടാമത് സീസൺ മഴയെ ക്യാമ്പിൽ പങ്കെടുത്തിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കേരള ചിത്രകലാ പരിഷത്തിൻ്റെ കലാകാരന്മാരോടുള്ള സമീപനം കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഒരു സൂചനയാണ് ഇത്തരത്തിലുള്ള കലാകാരന്മാർ ചിത്രകലാ പരിഷത്തുമായിട്ട് സംഘടിക്കുന്നത്. ഈ എക്സിബിഷൻ ഇന്ന് തൊട്ട് ഫെബ്രുവരി 1 വരെ ഇവിടെ നടക്കുന്നതാണ്. ഇത്രയും ചിത്രങ്ങൾ കഴിഞ്ഞ ഒക്ടോബറിൽ ബീച്ചിൽ വെച്ച് ഒരു ദ്വിദിന ചിത്രകലാ ക്യാമ്പ് നടന്നിരുന്നു. 320 ചിത്രകാരന്മാർ ആ ക്യാമ്പിൽ പങ്കെടുത്തു. അത് 2 ദിവസം അവിടെ ബീച്ചിൽ 2 സെൻറ്ററിലായിട്ട് താമസിച്ച് വർക്ക് ചെയ്താണ് ചെയ്തത്. അതിലുള്ള 215 ചിത്രങ്ങളാണ് സെലക്ട് ചെയ്ത് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. മഴയെ എന്നാണ് ചിത്ര ക്യാമ്പിനും പ്രദർശനത്തിനും ഞാൻ നാമകരണം ചെയ്തിരിക്കുന്നത്. എല്ലാ വർഷവും നടത്തുന്ന, കഴിഞ്ഞ വർഷവും ഇത് മഴയെ എന്ന പേരിൽ തന്നെ ക്യാമ്പും പ്രദർശനവും നടന്നിരുന്നു. ഇക്കൊല്ലം എല്ലാ വർഷങ്ങളിലും സംസ്ഥാന കമ്മിറ്റി നടത്തുന്ന ആനുവൽ ക്യാമ്പും എക്സിബിഷനും ഇതേ പേരിൽ തന്നെയായിരിക്കും നടക്കുന്നത്. പിന്നെ അല്ലാതെ ജില്ലകൾ തോറും ക്യാമ്പുകളും എക്സിബിഷനും എല്ലാം നടക്കുന്നുണ്ട്. കേരള ചിത്രകലാ പരിഷത്തിന് ഇപ്പം 12 ജില്ലകളിലും യൂണിറ്റുകളിലുണ്ട്. ബാക്കി 2 ജില്ലകളിലും യൂണിറ്റുകൾ ഉടനെ സ്ഥാപിക്കുന്നതാണ്. ഏതാണ്ട് 1000 ലൈഫ് മെമ്പേഴ്സോളം കേരള ചിത്രകലാ പരിഷത്തിന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ട്. കേരളത്തിലെ തന്നെ ചിത്രകാരന്മാരുടെ ഏറ്റവും വലിയ സംഘടനയാണ് കേരള ചിത്രകലാ പരിഷത്ത്. ഇവരുടെ നേതൃത്വത്തിൽ എല്ലാ വർഷവും ക്യാമ്പുകൾ നടക്കുന്നു. ആ ക്യാമ്പുകളിൽ നിന്ന് അതിൽ പങ്കെടുത്ത ആളുകളെ എല്ലാവരെയും ഒരുമിച്ച് ചേർത്തുകൊണ്ടാണ് ഇത്തരത്തിൽ ചിത്രകലാ പ്രദർശനം നടക്കുന്നത്. മട്ടാഞ്ചേരി ജൂട്ട് ടൗണിലുള്ള പീപ്പിൾ പാലറ്റ് ആർട്ട് ഗാലറിയിൽ എല്ലാ ദിവസവും രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 8 മണി വരെയാണ് പ്രദർശനം കാണുവാനും ഇവിടെ നിന്ന് ചിത്രങ്ങൾ വാങ്ങുവാനുമായിട്ടുള്ള സൗകര്യവും ഒരുക്കിയിട്ടുള്ളത്. ചിത്രകാരന്മാരുടെ പ്രവർത്തനങ്ങൾ ഏറ്റവും മനോഹരമായിട്ട് സമൂഹത്തിൻ്റെ ശബ്ദമായി മാറട്ടെ. എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് കൊച്ചിയിൽ നിന്നും ലൈഫ് കൊച്ചി ന്യൂസിനു വേണ്ടി റിഡ്ജൻ റബല്ലം.